പാനൂർ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ഷെറിൻ്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തത് വിവാദമാക്കേണ്ടെന്ന് കെ.പി. മോഹനൻ എം.എൽ.എ. പോകരുതെന്ന് പറയുന്നതിൻ്റെ യുക്തി എനിക്ക് മനസ്സിലാകുന്നില്ല. ഇടതനുഭാവികൾ കൂടിയായ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കാനാണ് ഷെറിൻ്റെ വീട്ടിലെത്തിയെന്നാണ് കെ.പി. മോഹൻ എം.എൽ.എയുടെ അഭിപ്രായം. 24 അദ്ദേഹം ഇത് തുറന്നു പറഞ്ഞു. അതിൽ യാതൊരു ജാഗ്രത കുറവും ഞാൻ കാണുന്നില്ല. ഞാൻ അവിടെ പോയത് അവരുടെ കുടുംബാംഗങ്ങളെയൊക്കെ തന്നെ സമാധാനിപ്പിക്കാണ്. വളരെയധികം വിഷമിച്ചിട്ടാണ് അവരൊക്കെ ഉള്ളത്. അപ്പൊ ഒന്നത്. രണ്ടാമത് വെച്ചാൽ മരണപ്പെട്ട വീട്ടിലാണ് പോകുന്നത്. എങ്ങനെ മരിച്ചു എന്നത് വേറെ. എങ്ങനെ മരിച്ചാലും എന്തായാലും അതുപോലെ തന്നെ നേതാക്കന്മാരൊന്നും പോകുന്നില്ല എന്ന് അറിഞ്ഞു. അവിടെ എത്തിയപ്പോഴാണ് ഞാൻ ചോദിച്ചത്. പിന്നെ മറ്റുള്ളവരൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞു. അവരൊന്നും വരുന്നില്ല, അവരങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞു. കണ്ണൂരിൽ നിന്ന് സജോ ദേവസ്യ തത്സമയം. സജോ ദേവസ്യ, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. പറയൂ വിശദാംശങ്ങൾ. SKN ബോംബ് നിർമ്മിക്കുന്നതിനിടെയുണ്ടായ സ്ഫോടനത്തിലാണ് പാനൂർ കൈവേലിക്കൽ മൂളിയത്തോട് സ്വദേശിയും ഷെറിൻ കൊല്ലപ്പെട്ടത്. ഷെറിനും ഇതിപ്പോൾ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ബിനീഷും CPIM പ്രവർത്തകരെ അടക്കം ആക്രമിച്ച കേസിലെ പ്രതികളാണ് എന്നാണ് CPIM വാദം. പാനൂർ ഏരിയ കമ്മിറ്റി കാര്യം വിശദീകരണക്കുറിപ്പിലൂടെ വ്യക്തമാക്കുകയും ഈ ബോംബ് നിർമ്മാണത്തിൽ പങ്കാളികളായവരെ മുഴുവൻ തള്ളിപ്പറയുകയും അവർക്കാർക്കും പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ല, ഒരു തരത്തിലും അവർ പാർട്ടിയുമായി സഹകരിക്കുന്നില്ല, ഈ ബോംബ് നിർമ്മാണവുമായി ഏതെങ്കിലും നിലയ്ക്ക് പാർട്ടിക്ക് ബന്ധമില്ല എന്ന് തള്ളിപ്പറഞ്ഞിരുന്നു. പക്ഷേ അതിന് പിന്നാലെ CPIMന്റെ പ്രാദേശിക നേതാക്കൾ ഷെറിന്റെ വീട് സന്ദർശിക്കുകയും കുടുംബാംഗങ്ങളെ കാണുകയും ചെയ്തിരുന്നു. അതായത് പാനൂർ ഏരിയ കമ്മിറ്റി അംഗം സുധീർ കുമാറും ചെറുവാഞ്ചേരി ലോക്കൽ കമ്മിറ്റി അംഗമായ A. അശോകനും വീട്ടിലെത്തിയിരുന്നു. അതിന് പിന്നാലെ സംസ്കാര ചടങ്ങിൽ സ്ഥലം MLA കൂടിയായ KP മോഹനനും പങ്കെടുത്തിരുന്നു. ഇതിന്റെ മേൽ വലിയ രാഷ്ട്രീയ വിമർശനങ്ങൾ UDF അടക്കം ഉന്നയിച്ചു. അതായത് ഒരു ബന്ധവുമില്ല എന്ന് തള്ളിപ്പറയുക, പിന്നീട് സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കുക, MLA തന്നെ അവിടെ എത്തി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുക, ക്രിമിനൽ പ്രവർത്തനങ്ങളുടെ ഭാഗമായവർക്ക് ഇത്തരം രാഷ്ട്രീയ സംരക്ഷണം ലഭിക്കുന്നുണ്ട് എന്ന രാഷ്ട്രീയ വിമർശനം UDF ഉന്നയിച്ചിരുന്നു. ഈ കാര്യത്തിലാണ് KP മോഹനൻ MLA അദ്ദേഹത്തിന്റെ നിലപാട് പറയുന്നത്. അവിടെ എങ്ങനെ മരിച്ചു എന്നതിന് വലിയ പ്രസക്തിയൊന്നുമില്ല, അത്തരമൊരു ദാരുണമായ സംഭവം ഉണ്ടായി, കുടുംബാംഗങ്ങൾ ദുഃഖിതരാണ്, അവരിൽ പലരും ഇടതനുഭാവികളും അല്ലാത്തവരും ഒക്കെയുണ്ട്, അവരെ കണ്ട് ആശ്വസിപ്പിക്കുക എന്നത് MLA എന്ന നിലയിൽ താൻ അനുവർത്തിച്ചു പോരുന്ന ഒരു പൊതുരീതിയാണ്. അതിന്റെ ഭാഗമായാണ് അവിടെ പോകുന്നത്. അങ്ങനെ ഒരു മരണം നടന്ന ഒരു വീട്ടിൽ പോകാൻ പാടില്ല എന്ന് പറഞ്ഞ് വിലക്കുന്നതിന്റെ യുക്തി എന്താണ് എന്ന് തനിക്ക് മനസ്സിലാകുന്നില്ല. പൊതുരീതിയുടെ ഭാഗമായി താൻ അവിടെ പോയതേ ഉള്ളൂ, മറ്റേതെങ്കിലും തരത്തിൽ അതിനെ വിവാദമാക്കേണ്ടതില്ല, രാഷ്ട്രീയമായും വിവാദമാക്കാൻ ശ്രമിക്കേണ്ടതില്ല എന്നുകൂടി പറഞ്ഞു വെക്കുകയാണ് കൂത്തുപറമ്പ് MLA KP മോഹനൻ. SKN. താങ്ക് യു സജോ ദേവസ്യ.